നമസ്കാരം. ഡോക്ടർ ശ്രീദീപൻ, ദ ന്യൂറോളജിസ്റ്റ്. നമ്മൾ എങ്ങനെയാണ് ഈ സ്ട്രോക്ക് തടയേണ്ടത്? അപ്പോൾ അമേരിക്കൻ സ്ട്രോക്ക് അസോസിയേഷൻ, അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ നൽകിയ മാർഗരേഖകൾ പ്രകാരം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ വരുത്തുക. ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തുന്നത് എങ്ങനെയാണ്? ഒന്ന്, ഭക്ഷണത്തിലെ നിയന്ത്രണം. അതായത് നമ്മൾ മെഡിറ്ററേനിയൻ ഡയറ്റ് ഫോളോ ചെയ്യണം. മെഡിറ്ററേനിയൻ ഡയറ്റിൻ്റെ അകത്തുള്ളത് ഇറച്ചി, മീൻ, മുട്ട, പിന്നെയുള്ളത് പഴങ്ങൾ, പച്ചക്കറികൾ, പിന്നെ ഹോൾ ഗ്രെയിൻസ് അഥവാ മുഴുവൻ ധാന്യങ്ങൾ. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യമാണ് നമ്മൾ എക്സസൈസ് ചെയ്യുക. അതായത് ഒരാഴ്ചയിൽ നമ്മൾ 150 മിനിറ്റ് എയറോബിക് എക്സസൈസ് അഥവാ അല്ലെങ്കിൽ 75 മിനിറ്റ് ഇൻറ്റൻസ് ആയിട്ടുള്ള എയറോബിക് എക്സസൈസ് ചെയ്യണം. പിന്നെയാണ് പുകവലി. പുകവലി നമ്മൾ എന്തായാലും നിർത്തുക. നിർത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ സ്ട്രോക്ക് തടയുന്നതിന് വളരെയധികം സഹായിക്കും. പിന്നെയുള്ളതാണ് നമുക്കുള്ള അസുഖങ്ങൾ അഥവാ BP, ഷുഗർ, കൊളസ്ട്രോൾ അത് കൺട്രോളാക്കി വെക്കുക കൃത്യമായ രീതിയിൽ. അപ്പം എങ്ങനെയാണ്? BP ലെസ് ദാൻ 130/80, ഷുഗർ HbA1c ലെസ് ദാൻ 7, പിന്നെയുള്ളത് കൊളസ്ട്രോൾ LDL കൊളസ്ട്രോൾ ലെസ് ദാൻ 100. ഈ കാര്യങ്ങളൊന്ന് ഉറപ്പിക്കുക. പിന്നെയുള്ളത് സ്ത്രീകളിൽ, ചില സ്ത്രീകളിൽ ഇപ്പം പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ പ്രഷർ ഉണ്ടായിരുന്നിരിക്കാം, ഷുഗർ ഉണ്ടായിരുന്നിരിക്കാം. അങ്ങനെയുള്ള സ്ത്രീകളെല്ലാം ആ പ്രഷറും ഷുഗറും വളരെ കൃത്യമായ രീതിയിൽ കൺട്രോൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പിന്നുള്ളത് പ്രിമച്വർ മെനപ്പോസ്, മാസമുറ പെട്ടെന്ന് നിന്ന സ്ത്രീകൾ, പിന്നെ എൻഡോമെട്രിയോസിസ് എന്നിവ ഉണ്ടായ സ്ത്രീകളിൽ കൃത്യമായ രീതിയിൽ ചികിത്സ നടത്തേണ്ടതാണ്. പിന്നെയുള്ള ചില പ്രത്യേക മരുന്നുകൾ, ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയൊക്കെ മരുന്നുകൾ കറക്റ്റായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രോക്ക് തടയാൻ കഴിയും. അപ്പം ആരോഗ്യപരമായ ജീവിതം, നമുക്കുള്ള അസുഖങ്ങളുടെ കൃത്യമായ നിയന്ത്രണം, പിന്നെ ചില പ്രത്യേക മരുന്നുകൾ കൃത്യമായി കഴിക്കുക, കാര്യങ്ങളെല്ലാം ചെയ്താൽ സ്ട്രോക്ക് സക്സസ്ഫുള്ളായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. നന്ദി.